ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചില മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. അല്ല, രാജു എന്താ പറഞ്ഞു വരുന്നത്? അച്ഛന് ചില കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നുന്നു. നമുക്ക് പത്മാവതി മാഡത്തെ കുറിച്ച് അച്ഛനോട് ചോദിച്ചാലോ? അത് തൽക്കാലം വേണ്ട രാജു. ഒരു മകനുണ്ടായിരുന്നത് അവൻ അവന്റെ വഴിക്കും പോയി. ഒടുവില് നീയും ഞാനും മാത്രമായി. ആരുണ്ടൊരു സഹായത്തിന്? സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയതാ. പോയില്ലേ ഒരു പോക്ക്. എന്തൊക്കെ പറഞ്ഞാലും അവൻ വാക്കിന് വ്യവസ്ഥയുള്ളവനാ. അവളെ ചതിച്ചില്ലല്ലോ. എല്ലാ എതിർപ്പുകളെയും വകവെക്കാതെ താലികെട്ടി കൂടെ താമസിപ്പിക്കുന്നില്ലേ? പിന്നെ പെറ്റ തള്ളയും കൂടപ്പറപ്പിനെയും മറന്ന് മറ്റൊരു പെണ്ണിന്റെ കൂടെ പോയി താമസിക്കുന്നതാണോ ആണത്തോ? ആ അലവലാതി കൂട്ടം എന്റെ കൊച്ചിനെ വളച്ചെടുത്തതാ. എന്ത് നല്ല സ്വഭാവമുള്ള മോനായിരുന്നു. അമ്മയുടെ ചേച്ചിയുടെ അല്ലാതെ മറ്റൊരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ചെറുക്കനായിരുന്നു എന്റെ പൊന്നുമോൻ ഹരീഷ്. ആ ഒരുമ്പട്ടവള് കണ്ണും കൈയും കാണിച്ച് എന്റെ ചെക്കനെ വശീകരിച്ച് കളഞ്ഞില്ലേ? ഒന്ന് പതുക്കെ പറയുമേ, ഓട്ടോക്കാരൻ കേക്കും. അയാളൊന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല. അതിനി കേട്ടാലെന്താ? ഞാൻ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ സങ്കടമല്ലേ പറഞ്ഞത്? അതെങ്ങനെയാ? ഒരമ്മയുടെ വേദന എന്തെന്ന് അറിയണമെങ്കിലേ നീയും ഒരു അമ്മയാവണം. ആഹാ, കൃത്യം വീടിന്റെ വാതിക്ക തന്നെ കൊണ്ട് എത്തിച്ചല്ലോ. ഈ ഓട്ടോക്കാരന് നമ്മളെ അറിയാൻ തോന്നുന്നു. എത്രയാ? ഹരീഷേ, നീ വീണ്ടും ഓട്ടോ ഓടിക്കുകയാണോ? അതെ, മറ്റൊരു പണിയും കിട്ടിയില്ല. എന്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഇവിടെ ഉള്ളവർ കത്തിച്ചു കളഞ്ഞില്ലേ? മോനെ, നീ ഇങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കേണ്ടവനല്ല. എനിക്കിതൊന്നും ഒരു കഷ്ടപ്പാടല്ല അമ്മേ. എന്നാലും ഇത് നമ്മുടെ കുടുംബത്തിന് നാണക്കേടല്ലേ മോനെ? ബ്ലേഡ് കമ്പനിയേക്കാൾ അന്തസ്സുള്ള ജോലി അമ്മ ഇത്. എന്റെ സ്വത്തുക്കളെല്ലാം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉള്ളതാ. നീ ഒന്ന് വീട്ടിലേക്ക് വാ. ഞാൻ വീട്ടിലേക്ക് വന്നാ അമ്മ എന്നെ സ്വീകരിക്കൂ? സ്വീകരിക്കും. പക്ഷെ നിന്റെ കൂടെ ഒരു പെണ്ണില്ലേ, ആ രാജുവിന്റെ പെങ്ങള്. അവളെ ഉപേക്ഷിച്ചിട്ട് വരണം. അവളെ ഉപേക്ഷിക്കാനല്ലോ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടിയത്. അവൾ എന്റെ ഭാര്യ. അവളെ മറക്കണമെങ്കിൽ ഞാൻ മരിക്കണം. ഹരീഷേ, അമ്മയെ പോലെ അല്ല ഞാൻ. വെറും കറിവേപ്പിൽ എടുത്ത് കളയും പോലെ അമ്മയ്ക്ക് അച്ഛനെ ഉപേക്ഷിക്കാൻ പറ്റും. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിന് അമ്മ അത്രയേ വില കാണുന്നുള്ളൂ. ഞാനും എന്റെ സ്ത്രീയും അങ്ങനെയല്ല. ഞങ്ങളുടെ പിണക്കം ഒരു സന്ധ്യയ്ക്കപ്പുറത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാറില്ല. അതാണ് വിവാഹ ജീവിതം. ഞാൻ പോവാ. പൈസ കൊടുക്ക. മോനെ, ഇതാ. വേണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഒരു കാര്യം സത്യ, രമ്യയെക്കാളും വളരെ നല്ലവളാ ഋതിക. എന്തൊരു നല്ല പെരുമാറ്റം. അത് മാത്രമല്ലമ്മേ, ഈ ഋതികയാര് രമ്യയാര്? കൊച്ചി മുതൽ ഇങ്ങോട്ട് കിടക്കുകയല്ലേ ഋതികയുടെ സ്വത്തുക്കള്. ഇത്ര വലിയ കോടീശ്വരി ആയിട്ടും അതിന്റെ വല്ല ഭാവവും ആ കൊച്ചിനുണ്ടോ? എത്ര പെട്ടെന്നാടി നിന്റെയൊക്കെ അഭിപ്രായം മാറുന്നേ. ആ കോലോത്തേക്ക് പോകുന്നവരെ രമ്യസ്തുതിയായിരുന്നു. ആ കോലവും മറ്റും കണ്ട് കണ്ണ് മഞ്ഞളിച്ചപ്പോ അവള് പെട്ടെന്നങ്ങ് കാലുമാറി. ഞാൻ കാലുമാറിയതൊന്നുമല്ല.
ഞാനിപ്പോഴും അമ്മയുടെയും രമ്യയുടെയും പക്ഷത്ത് തന്നെയാ. എന്റെ പക്ഷത്തൊന്നും ആരും നിക്കണ്ട, ന്യായത്തിന്റെ ഭാഗത്ത് നിന്നാ മതി. എടീ, നിന്റെ പൊന്നും കൊടുത്ത അമ്മായിയമ്മയും തങ്കപ്പെട്ട ഭർത്താവിനെയും കാണുന്നില്ലല്ലോ. രണ്ടും എവിടെ പോയി? ആ ആർക്കറിയാച്ചാ, എന്റെ അമ്മായിയമ്മ നേരെ ഒന്നും പറയത്തില്ല. നിന്റെ ഭർത്താവ് നേര് പറയില്ല. അമ്മയും മോനെയും ഒരു കയറി കെട്ടാം. പിള്ളേരൊന്നുമില്ല. ഇതുവരെ നിങ്ങളുടെ അമ്മയുടെ മുഖത്ത് നല്ല നിലാവായിരുന്നു. ഋതുമോൾ ഇങ്ങോട്ടൊന്ന് കാലെടുത്ത് വെച്ചു, അമ്മയുടെ മുഖത്ത് നിലാവും പോയി. എന്റെ മനസ്സിലുള്ളത് എന്റെ മുഖത്ത് കാണാം. കള്ളച്ചിരിച്ചിരിക്കാനൊന്നും എന്നെ കിട്ടില്ല. വേണ്ട, ചിരിക്കണ്ട. മുഖം അങ്ങനെ കനപ്പിച്ച് അങ്ങനെ തന്നെ ഇരിക്കാം. മക്കളെ, നിങ്ങൾ അവിടുന്ന് നേരത്തെ പോന്നാ? നിങ്ങൾ പോകുന്നതിന് ശേഷം ഞങ്ങൾ അധിക സമയം അവിടെ നിന്നില്ല. അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ? മറ്റു കാര്യങ്ങളൊക്കെ പഴയതുപോലെ തന്നെ അച്ഛാ. കുറുപ്പങ്കളിനെ ഏൽപ്പിച്ചല്ല. അത്യാവശ്യം വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞു. കുറുപ്പ് കാര്യപ്രാപ്തിയുള്ളവനാ, സത്യസന്ധനോ. അവനെ എല്ലാം നോക്കിക്കോളും. ഇവിടുത്തെ കാലാവസ്ഥയൊക്കെ പഴയതുപോലെ തന്നെ അല്ലേ അച്ഛാ? ആകാശം മേഘാവൃതമാണ്. ഇടയ്ക്കിടയ്ക്ക് ചുളുചുളുപ്പം കാറ്റ് വീശും. അറബിക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നതിനാൽ ശക്തമായ ചുഴലിക്കാറ്റോടെ മഴ തകർത്തു പെയ്യാൻ സാധ്യതയുണ്ട്. ഓ എടാ, അവള് ശുദ്ധ പാവാടാ. അതിന് വിട്ടൊന്നും പറയരുത്. എല്ലാം പതുക്കെ മാറിക്കോളും. അവളുണ്ടായിരുന്നുകൊണ്ടാ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത്. ഓ എടി പ്രിയേ, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടടി. ഓ ഭയങ്കര ദാഹം. മാഡം, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ രാജു? മീര എന്ന് പേര് മാറ്റിയ പത്മാവതി മാഡം മകളെ കണ്ടിരുന്നത്. എന്തുകൊണ്ടാ സ്വന്തം മകളോട് താൻ അവളുടെ അമ്മയാണെന്നുള്ള സത്യം പത്മാവതി മാഡം മറച്ചു വെച്ചത്? എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ചില മിസ്റ്റേക്കുകൾ കാണുന്നുണ്ട്. അല്ല, രാജു എന്താ പറഞ്ഞു വരുന്നത്? അച്ഛന് ചില കാര്യങ്ങളൊക്കെ അറിയാൻ തോന്നുന്നു. നമുക്ക് പത്മാവതി മാഡത്തെ കുറിച്ച് അച്ഛനോട് ചോദിച്ചാലോ? അത് തൽക്കാലം വേണ്ട രാജു. ശരി, മാഡം പറഞ്ഞ പിന്നെ അതിന് അപ്പീൽ ഇല്ലല്ലോ. രാജു, എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണാവോ റിക്വസ്റ്റ്? ഈ മാഡം എന്ന വിളി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞാനേ ഒരു നല്ല മുഹൂർത്തം നോക്കട്ടെ, എന്നിട്ട് വിളി മാറ്റാം. വെറും ഋതു എന്ന് വിളിച്ചാ മതി. വെറും ഋതു? Okay.